ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുവിധുമായും മുമ്പേ എന്ന നോവലിലെ 10ാമത്തെ അധ്യായമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നോവലിലേക്ക് സ്വാഗതം. എസ് ഐ ബാഗ് തുറന്നു നോക്കി. മൊബൈലിൽ കുറച്ച് കറൻസി നോട്ടുകളും ATM കാർഡും ഡ്രൈവിംഗ് ലൈസൻസും ഉണ്ടായിരുന്നു. സുസ്മിത, ഡോട്ടർ ഓഫ് വിജയചന്ദ്രൻ. അയാൾ ഡ്രൈവിംഗ് ലൈസൻസിലെ പേര് വായിക്കുന്നത് കേട്ട് രാകേഷ് ഒന്നും ഞെട്ടി. സുസ്മിത. ഒരുപക്ഷെ ആയിരിക്കില്ല. ഈ സമയത്ത് ആ കുട്ടി ഒറ്റയ്ക്കെന്തിന്? പെട്ടെന്നാണ് രാകേഷിനൊരു ആശയം തോന്നിയത്. പ്രൊഫസർ ആൻ്റണി മാത്യുവിൻ്റെ നമ്പർ കയ്യിലുണ്ടല്ലോ. അയാൾ മൊബൈൽ എടുത്ത് പ്രൊഫസറെ വിളിച്ചു. എന്താ രാകേഷേ? അദ്ദേഹം കോൾ എടുത്തു. ഒന്നുമില്ല സാർ, ഒരു കാര്യം അറിയിക്കാനാണ്. ഗസ്റ്റ് ലെക്ചറർ സുസ്മിതയുടെ ഫാദറിൻ്റെ പേരറിയാമോ സാറിന്? വിജയേന്ദ്രൻ. ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഈശ്വര, ഇതാ സുസ്മിത തന്നെ. എന്താ രാകേഷേ? പ്രൊഫസർ ചോദിച്ചു. ഒരു ചെറിയ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ കാറ് മാരുതി. യെസ്, ബ്ലൂ കളർ സെന്ന്. എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു സബ് ഇൻസ്പെക്ടർ. ആ കുട്ടി മഹാരാജാസിലെ ഗസ്റ്റ് ലെക്ചറർ സുസ്മിതയാണ് സാർ. ഞങ്ങൾ തമ്മിൽ നേരിട്ട് പരിചയമില്ല, പക്ഷേ എനിക്കറിയാം. അറിയാതെ ഒരു നീറ്റിൽ രാകേഷിൻ്റെ ഉള്ളിലാകെ പടർന്നു. തളർച്ചയോടെ അയാൾ കാറിൽ ചാരി നിന്നു. അധ്യായം 21. രാത്രിയായത് കാരണം വേഗത കുറച്ചാണ് വിജയേന്ദ്രൻ കാർ ഓടിച്ചത്. സ്പീഡോമീറ്ററിൽ അക്കം 60-ന് മുകളിലേക്ക് പോയില്ല. ഇരുമ്പനം കഴിഞ്ഞപ്പോഴാണ് മൊബൈലിൽ ഒരു കോൾ വന്നത്. സുസ്മിത വീട്ടിലെത്തിക്കാണും. മൊബൈൽ എടുത്തു നോക്കിയപ്പോൾ ഒട്ടും പരിചയമില്ലാത്ത നമ്പർ. എടുക്കണ്ട എന്ന് വിചാരിച്ചെങ്കിലും എടുക്കാതിരിക്കണ്ട എന്ന് രണ്ടാമതൊരാലോചനയിൽ മനസ്സ് പറഞ്ഞു. ഹലോ, മിസ്റ്റർ വിജയേന്ദ്രനല്ലേ? ഒരു പുരുഷ ശബ്ദം ചോദിച്ചു. അതെ, ഞാൻ തൃപ്പൂണിത്തുറ സബ് ഇൻസ്പെക്ടർ ബിനുലാലാണ് വിളിക്കുന്നത്. സംസാരിക്കാൻ ഫ്രീ ആണോ? വിജയേന്ദ്രൻ അറിയാതെ ഒന്ന് ഞെട്ടി. എന്തിനാണ് ഈ നേരത്ത് പോലീസ്? ഞാൻ ഡ്രൈവ് ചെയ്യണം സാർ, ഒരു മിനിറ്റ്, വണ്ടി ഒന്ന് നിർത്തട്ടെ. ഓക്കെ. അദ്ദേഹം റോഡിൻ്റെ ഓരം ചേർന്ന് കാറ് നിർത്തി. സാർ പറയൂ, സുസ്മിത മോളല്ലേ? അതെ. അവൾക്കെന്ത് പറ്റി? ഞെട്ടലോടെ അദ്ദേഹം ചോദിച്ചു. പേടിക്കണ്ട, ചെറിയൊരു ആക്സിഡൻറ്റ്. തൃപ്പൂണിത്തുറ റെയിൽവേ ഓവർബ്രിഡ്ജ് കഴിഞ്ഞ് ചെല്ലുമ്പോഴാണ്. കാര്യമായിട്ട് ഇഞ്ചറി ഒന്നും ഉണ്ടായില്ല. എന്നാലും ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഐയുടെ അടുത്ത് രാകേഷും സുഹാസും ഉണ്ടായിരുന്നു. അച്ഛൻ എന്ന പേരിൽ സേവ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്കാണ് സുസ്മിത ഏറ്റവും ഒടുവിൽ വിളിച്ചിരുന്നത്. അത് കാരണമാണ് ഐ ആ നമ്പറിലേക്ക് ആദ്യം വിളിച്ചത്. വിജയേന്ദ്രൻ കാറ് ഡ്രൈവ് ചെയ്യുകയാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് പറയാത്തത്. ആക്സിഡൻ്റ് എന്ന രീതിയിൽ അവതരിപ്പിച്ചത്. മകൾ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരച്ഛന് അത് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. ഫ്രാക്ചർ ഉണ്ടോ സാർ? ആദ്യയോടെ വിജയേന്ദ്രൻ ചോദിച്ചു. പുറമേ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു ബൈക്കാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷെ കുട്ടി പേടിച്ച് അൺകോൺഷ്യൻസായി. ഏത് ഹോസ്പിറ്റലിലേക്കാണ് സാർ കൊണ്ടുപോകുന്നത്? എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്കാണ്. ഇപ്പോൾ വൈറ്റിലെത്തി. എറണാകുളത്തെത്താൻ സമയമെടുക്കും. ബൈപ്പാസിൽ സിൽവർ ലൈൻ ഹോസ്പിറ്റലുണ്ടല്ലോ, അവിടെ കൊണ്ടുപോയാൽ മതി. സിൽവർ ലൈനിലാണല്ലോ ഡോക്ടർ ജയശങ്കർ വർക്ക് ചെയ്യുന്നത്. ആ ഓർമ്മയിലാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഓക്കെ, അവിടെ കൊണ്ടുപോകാൻ ഞാൻ പറയാം. താങ്ക് യു സാർ. കോള് കട്ടായി. കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത്ര ഭയപ്പെടേണ്ട കാര്യമില്ലെന്ന് വിജയേന്ദ്രന് തോന്നി. അരമണിക്കൂറിലേറെ എടുക്കും എറണാകുളത്ത് ചെല്ലാൻ. ജയശങ്കറെ വിളിച്ചു പറഞ്ഞാൽ അയാൾ ഉടനെ ചെല്ലും. ജയശങ്കറിൻ്റെ നമ്പർ എടുത്ത് അദ്ദേഹം അപ്പോൾ തന്നെ വിളിച്ചു. എന്താ സാർ? ജയശങ്കർ ചോദിച്ചു. സുസ്മിതയ്ക്ക് ചെറിയൊരു കാർ ആക്സിഡൻറ്റ്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ വിളിച്ചിരുന്നു. സിൽവർ ലൈനിൽ അഡ്മിറ്റ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. ജയം വേഗം അങ്ങോട്ട് ചെല്ലണം. ഉടനെ പോകാം. സാറ് വീട്ടിലാണോ? അല്ല, മൂവാറ്റുപുഴയ്ക്ക് പോയിട്ട് വരുന്ന വഴിയാണ്. വീട്ടിൽ ചെന്ന് വിധുവിനെയും കൂട്ടി ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാം. ശരി സാർ. അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വിധുബാലയുടെ കോള് വരുന്നുണ്ടായിരുന്നു. ജയശങ്കറിനോട് സംസാരിച്ചു കഴിഞ്ഞ് അദ്ദേഹം വിധുബാലയുടെ കോൾ എടുത്തു. വിജയേട്ടൻ മോൾ ഇതുവരെ എത്തിയിട്ടില്ല. ഞാൻ 2-3 തവണ വിളിച്ചു. ബെല്ലുണ്ടെങ്കിലും ഫോൺ എടുക്കുന്നില്ല. ഭയജഗതയായാണ് വിധുബാല സംസാരിച്ചത്. അവൾ കുറച്ച് മുമ്പ് വിളിച്ചിരുന്നു. സുഖം തോന്നില്ല, കാർ ഓടിക്കാൻ വയ്യ എന്നാണ് പറഞ്ഞത്. അയ്യോ എൻ്റെ കുട്ടി. വിധുബാല കരയാൻ തുടങ്ങി. പേടിക്കണ്ട, അവൾ ജയശങ്കറിൻ്റെ ഹോസ്പിറ്റലുണ്ട്. ഞാൻ വന്നിട്ട് അങ്ങോട്ട് പോകാം. നീ റെഡിയായിട്ട് നിൽക്ക്. ശരി വിജയേട്ടാ, കരച്ചിലിനിടെ വിധുബാല പറഞ്ഞു. വിജയേന്ദ്രൻ കാറ് മുന്നോട്ടെടുത്തു. ഐ പറഞ്ഞതൊക്കെ അതേപടി വിശ്വസിക്കാമോ?
അയാൾ പറഞ്ഞ അത്രയും മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ജയശങ്കർ ഹോസ്പിറ്റലിൽ ചെന്ന് അവളെ കണ്ട ശേഷം വിളിച്ചു പറയാതിരിക്കില്ല. വിജയേന്ദ്രൻ കാറിൻ്റെ വേഗത കൂട്ടി. ജയശങ്കർ വേഗം വേഷം ധരിച്ചു. ഞാൻ കൂടി വരണോ ചേട്ടാ? മൗഷ്മി ചോദിച്ചു. വേണ്ട, കുഞ്ഞിനെ ഒറ്റക്കാക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. നിമ്മിമോൾ അപ്പോഴേക്കും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഞാനും കൂടി വരേണ്ടതല്ലേ? അതല്ലേ മര്യാദ. അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? മൗഷ്മി ആശങ്കപ്പെട്ടു. എന്ത് വിചാരിക്കാനാ? ഞാൻ വേഗം പോയിട്ട് വരാം. കുഞ്ഞിനെ ഒറ്റക്കാക്കിയിട്ട് പോകാൻ പറ്റില്ല. ഇടയ്ക്ക് അവൾ ഉണർന്നാൽ നമ്മളെ രണ്ടുപേരെയും കണ്ടില്ലേ പേടിച്ചു പോകും, കരയും. പിന്നെ മൗഷ്മി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ തന്നെ ജയശങ്കർ കാറെടുത്ത് സിൽവർ ലൈൻ ഹോസ്പിറ്റലിലേക്ക് പോയി. ഡ്രൈവ് ചെയ്യുമ്പോൾ അയാൾ അജിത്തിനെ കുറിച്ചാണ് ചിന്തിച്ചത്. സുസ്മിതയ്ക്ക് ആക്സിഡൻ്റ് ഉണ്ടായെന്നറിയുമ്പോൾ അവൻ ഭയന്നു പോകും. പറയാതിരിക്കുന്നതാണ് നല്ലത്. അവളുടെ അച്ഛൻ പറഞ്ഞത് കേട്ടത് അത്ര സീരിയസ് ആണെന്ന് തോന്നില്ല. എങ്കിലും ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ ചെന്നുകൊണ്ടെന്നാക്കിയിട്ട് അറിയിച്ചാൽ മതി അവന്. ഡോക്ടർക്ക് മാത്രമുള്ള പാർക്കിംഗ് ഏരിയയിൽ ജയശങ്കർ കാറ് നിർത്തി. രാത്രി നേരമായതുകൊണ്ട് വാഹനങ്ങൾ കുറവായിരുന്നു അവിടെ. നേരെ കാഷ്വാലിറ്റിയിലേക്കാണ് അയാൾ ചെന്നത്. ഡോക്ടർ അനീബായിരുന്നു ഡ്യൂട്ടി ഡോക്ടർ. എന്താ സാർ? ജയശങ്കർ അപ്രതീക്ഷിതമായി കണ്ട് അയാൾ ആശ്ചര്യത്തോടെ തിരക്കി. സുസ്മിത എന്നൊരു പെൺകുട്ടിയെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഉവ്, അരമണിക്കൂർ മുമ്പ്. ഡോക്ടർ നൂർജഹാൻ പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഡോക്ടർ നൂർജഹാനോ? എന്തിന്? ജയശങ്കറിന് മനസ്സിലായില്ല. ഗൈനക്കോളജിസ്റ്റാണ് ഡോക്ടർ നൂർജഹാൻ. റേപ്പ് കേസ് അല്ലേ സാറേ? ഗൈനക്കോളജിസ്റ്റ് തന്നെ എക്സാമിൻ ചെയ്യണമെന്ന് പോലീസ് പറഞ്ഞു. റേപ്പ് കേസോ? ജയശങ്കർ ഞെട്ടിപ്പോയി. ഉടൻ തന്നെ ഞാൻ ഡോക്ടർ നൂർജഹാനെ വിളിച്ചു. 5 മിനിറ്റ് പോലും എടുത്തില്ല, മാഡം വന്നു. ഹോസ്പിറ്റലിലെ തൊട്ടടുത്ത ഫ്ലാറ്റിലാണ് ഡോക്ടർ നൂർജഹാൻ താമസിക്കുന്നത്. റേപ്പാണെന്ന് ആര് പറഞ്ഞു? വിശ്വാസം വരാതെ ജയശങ്കർ ചോദിച്ചു. പോലീസ്. അവർ പോയിട്ടില്ല, അവരാണ് കൊണ്ടുവന്നത്. പോലീസിന് പെശക് പറ്റിയതാണോ? കാർ ആക്സിഡൻറ്റിന് പകരം റേപ്പെന്ന് തെറ്റിദ്ധരിച്ചതാണോ? സുസ്മിതയെ തന്നെയാണോ കൊണ്ടുവന്നിരിക്കുന്നത്? അവരൊന്ന് വിളിപ്പിക്കാനോ? ജയശങ്കർ പറഞ്ഞു. ഒരു നഴ്സിംഗ് അസിസ്റ്റൻ്റ് അപ്പോൾ തന്നെ പുറത്തുപോയി 2 വനിതാ കോൺസ്റ്റബിൾമാരുമായിട്ട് വന്നു. ആ പേഷ്യൻ്റ് എന്താണ് സംഭവിച്ചത്? ജയശങ്കർ ചോദിച്ചു. എങ്ങനെയാണത് സംഭവിച്ചതെന്ന് അറിയില്ല ഡോക്ടർ. ഒരാൾ വിളിച്ചു പറഞ്ഞതിനനുസരിച്ച് ഞങ്ങൾ സ്പോട്ടിൽ ചെന്നത്. അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഒരു കോൺസ്റ്റബിൾ വിശദമായി പറഞ്ഞു. കാറിന് എന്തെങ്കിലും തകരാറുണ്ടായിരുന്നോ? ആൾ ചോദിച്ചു. പുറമേ ഒന്നും കാണാനില്ലായിരുന്നു. വിളിച്ചു പറഞ്ഞ ആൾ ബൈക്കിൽ വന്നപ്പോൾ കുട്ടിയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന 2 പേര് ഓടി രക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ജയശങ്കർ തളർച്ചയോടെ കസേരയിലേക്ക് ഇരുന്നു. സുസ്മിതയുടെ അച്ഛനോട് പോലീസ് സത്യം പറഞ്ഞു കാണില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. അല്പനേരം കഴിഞ്ഞപ്പോൾ ഡോക്ടർ നൂർജഹാൻ പുറത്തേക്ക് വന്നു. 40 വയസ്സ് കഴിഞ്ഞ വെളുത്ത മെലിഞ്ഞ സ്ത്രീയായിരുന്നു അവർ. ഡോക്ടർ നൂർജഹാനെ കണ്ട് ജയശങ്കർ പെട്ടെന്ന് എഴുന്നേറ്റു. എന്താ ജയശങ്കർ? അയാളെ കണ്ട് ഡോക്ടർ നൂർജഹാൻ തിരക്കി. എനിക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയാണ് ഡോക്ടർ എക്സാമിൻ ചെയ്തുകൊണ്ടിരുന്ന സുസ്മിത. ഓ റിയലി? അത് ഞാൻ അറിഞ്ഞില്ല. പ്ലീസ് കം. ഡോക്ടർ നൂർജഹാൻ അയാളെ അടുത്ത മുറിയിലേക്ക് കൊണ്ടുപോയി. പ്ലീസ് സിറ്റ് ഡൗൺ. അവരടുത്ത കസേരകളിൽ പരസ്പരം അഭിമുഖമായിട്ടിരുന്നു. പേടിക്കണ്ട, നത്തിങ് ഹാംഫുൾ ഹാസ് ഹാപ്പൻ ടു ഹെർ. ലിപ്സ് ഹാസ് ബീൻ ബീറ്റൺ. സം നെയിൽ സ്ക്രാച്ചസ് ഓൺ ബോത്ത് ബ്രസ്റ്റസ് ആൻഡ് പ്രാക്ടീസ് ഈസ് ഓൺ ടാക്സ്റ്റ്. ജയശങ്കർ ആശ്വാസത്തോടെ പിന്നിലേക്ക് ചാരിയിരുന്നു. സുസ്മിതയ്ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. നഖങ്ങൾ കൊണ്ട് സംഭവിച്ച ചില പോറലുകളല്ലാതെ. സംബഡി ഹാസ് റെസ്ക്യൂഡ് ഹെർ ഇൻ ടൈം. അതർവൈസ്. ബാക്കി പറയാതെ നൂർജഹാൻ നിർത്തി. താങ്ക് യു ഡോക്ടർ. ഞാൻ ശരിക്കും ഭയന്നുപോയി. ആ കുട്ടിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നാണ് ആദ്യം അറിഞ്ഞത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നിലച്ചിരിക്കാതെയുള്ള അറ്റാക്ക് ആയിരുന്നെന്ന് തോന്നുന്നു. ആ ഷോക്കിലാണ് അൺകോഷ്യസ് ആയത്. ഒരു മൈൽഡ് സെഡേഷൻ കൊടുത്തിട്ടുണ്ട്. മയങ്ങി ഉൾക്കോട്ടെ. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഉണരുമ്പോൾ മനസ്സിലാക്കി കൊടുക്കണം. ശരി ഡോക്ടർ. പോലീസ് ഇൻവോൾവ് ആയ സ്ഥിതിക്ക് റേപ്പ് അറ്റൻറ്റിന് കേസ് രജിസ്റ്റർ ചെയ്യാനേ സാധ്യതയുള്ളൂ. കംപ്ലയിൻസ് ഇല്ലെന്ന് എഴുതി കൊടുത്താൽ ഒരുപക്ഷെ ഞാൻ പറയാം ഡോക്ടർ. ഡോക്ടർ നൂർജഹാൻ പോയി. ഒബ്സർവേഷൻ റൂമിലാണ് സുസ്മിതയെ കിടത്തിയിരുന്നത്. ഡോക്ടർ ജയശങ്കർ അങ്ങോട്ട് ചെന്നു. ശാന്തമായി ഉറങ്ങുന്നത് പോലെ കിടക്കുകയായിരുന്നു സുസ്മിത. സിൽക്ക് സാരിയും ബ്ലൗസുമായിരുന്നു അവളുടെ വേഷം. കീഴ്ച്ചുണ്ട് അല്പമൊന്ന് മുറിഞ്ഞ് കരിനീലിച്ച് കിടക്കുന്നു. ബ്ലൗസിൻ്റെ ഇടത് കൈ കുറച്ച് കീറിയിട്ടുണ്ട്. പ്രിൻസി എന്ന പേരുള്ള സിസ്റ്ററായിരുന്നു അവരുടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ്. പ്രത്യേകം ശ്രദ്ധ വേണം കേട്ടോ.
ജയശങ്കർ പറഞ്ഞപ്പോൾ അവളെ തലകുലുക്കി. അതിനുശേഷം അയാൾ മൊബൈൽ എടുത്ത് മൗഷ്മിയെ വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് വിജയേന്ദ്രൻ്റെ കോൾ വന്നത്. സർ, അയാൾ കോൾ എടുത്തു. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയോ? എത്തി സർ. സുസ്മിതയെ കണ്ടു. സീരിയസ് ഒന്നും അല്ലല്ലോ? അല്ല സർ, ഇപ്പം മയക്കത്തിലാണ്. സാർ വീട്ടിലെത്തിയോ? ഉവ്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുകയാണ്. ശരി സാറേ, ഞാനിവിടെ ഉണ്ട്. അവർ വരുമ്പോൾ എങ്ങനെ ഇക്കാര്യം അവതരിപ്പിക്കും? ജയശങ്കർ ആകെ കുഴങ്ങി. ഒരച്ഛനോട് പറയാൻ പറ്റിയ വാർത്തയാണോ ഇത്? അതും തൻ്റെ അനുജനുമായി സുസ്മിതയുടെ കല്യാണം തീരുമാനിച്ചിരിക്കുന്ന ഈ സമയത്ത്. ജയശങ്കർ ഉടൻ മൗഷ്മിയെ വിളിച്ചു. ജേട്ടൻ്റെ വിളി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്താണ് സുസ്മിതയ്ക്ക് സംഭവിച്ചത്? കാറുമായിട്ട് ഏത് വണ്ടിയെ കൂട്ടിയിടിച്ചത്? സീരിയസ് ഒന്നുമല്ലല്ലോ? തുടരെയുള്ള മൗഷ്മിയുടെ ചോദ്യം. അവളുടെ ഉത്കണ്ഠ അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. നമ്മൾ വിചാരിച്ച ആക്സിഡൻ്റ് അല്ല അവൾക്ക് സംഭവിച്ചത്, അയാൾ ആമുഖമായി പറഞ്ഞു. പിന്നെ മാനഭംഗ ശ്രമമായിരുന്നു. ഈശ്വര, അവൾ അറിയാതെ വിളിച്ചു. സംഭവിച്ച കാര്യങ്ങൾ അറിഞ്ഞതെല്ലാം ജയശങ്കർ അവളോട് പറഞ്ഞു. അത്രയല്ലേ സംഭവിച്ചുള്ളൂ? പേടിക്കാനൊന്നുമില്ലല്ലോ. പക്ഷേ അജിത്ത് അറിയുമ്പോൾ അതാണ് എൻ്റെ ചിന്ത. ഇപ്പോൾ ഇക്കാര്യം നമ്മൾ അവനെ അറിയിക്കാതിരിക്കുന്നതാണ് നല്ലത്, അയാൾ പറഞ്ഞു. അതെ, അവിടെ ഇരുന്ന് അവൻ്റെ മനസ്സൊരുക്കും. ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസാന്നിധ്യത്തോടെ ചെയ്യാൻ അവന് പറ്റിയെന്ന് വരില്ല. അതെ, വന്നിട്ടറിഞ്ഞാൽ മതി. സംഭവിച്ചു, ഇത്രയേ ഉള്ളൂ എന്നത് അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ അപ്പോൾ എളുപ്പമാണ്. സുസ്മിതയുടെ അച്ഛൻ വന്നോ? മൗഷ്മി ചോദിച്ചു. ഇല്ല, വിധുവാലയമൊത്ത് വീട്ടിൽ നിന്നും പുറപ്പെട്ടിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. നിമ്മിമോൾ ഉറക്കാണ്, ഇതുവരെ ഉണർന്നില്ല, മൗഷ്മി പറഞ്ഞു. ഞാൻ വരാൻ കുറച്ച് ലേറ്റായേക്കും. അത് സാരമില്ല. സുസ്മിതയെ രക്ഷപ്പെടുത്തിയത് ആരാണ്? എന്തെങ്കിലും വിവരം കിട്ടിയോ ചേട്ടന്? ഇല്ല, അതുവഴി ബൈക്കിൽ വന്ന 2 ചെറുപ്പക്കാരനാണെന്ന് പോലീസ് പറഞ്ഞത്. കൂടുതലൊന്നും അറിയില്ല. ശരി ചേട്ടാ. ജയശങ്കർ ആലോചനയോടെ ഇരുന്നു. സമയം ഇപ്പോൾ രാത്രി 10 കഴിഞ്ഞിരുന്നു. ഒരു ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് എസ് ഐ ബിനുലാലെ സുസ്മിതയുടെ കാറിൻ്റെ ഉൾഭാഗം മുഴുവൻ സൂക്ഷ്മമായി പരിശോധിച്ചു. പക്ഷേ സംശയാസ്പദമായി ഒന്നും അയാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാകേഷും സുഹാസും അപ്പോഴും അതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. നമുക്ക് പോകണ്ടേ? വീട്ടിലവർ കാത്തിരിക്കും. നേരെ വൈകുകയാണെന്ന് ഓർമ്മ വന്നപ്പോൾ ശബ്ദം താഴ്ത്തി സുഹാസ് ചോദിച്ചു. പോകാം, 1 മിനിറ്റ്. ബിനുലാലിൻ്റെ അടുത്തേക്ക് രാകേഷ് ചെന്നു. സാർ, ഞങ്ങളിനി 2 പേരുടെ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുത്തിട്ട് പോയിക്കോ. വിറ്റ്നസ്സായിട്ട് FIRൽ എഴുതേണ്ടി വരും, ചിലപ്പോൾ കോർട്ടിലും. ശരി സാർ. ഫോൺ നമ്പറും വീട്ടിലെ വിലാസവും ഒരു പോലീസുകാരന് കൊടുത്തിട്ട് രാകേഷ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. ഉടൻ തന്നെ സുഹാസ് പിന്നിൽ കയറിയിരുന്നു. വണ്ടി മുന്നോട്ട് വിടുന്നതിന് പകരം വന്ന വഴിയെ പോകാനാണ് രാകേഷ് തിരിച്ചത്. എടാ, നീ എങ്ങോട്ടാ പോകുന്നത്? വീട്ടിലേക്കല്ലേ? സുഹാസ് മനസ്സിലാവാതെ ചോദിച്ചു. നമ്മൾ സിൽവർ ലൈൻ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ഓ, അത് ശരി. പിന്നെ ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. സുസ്മിതയ്ക്ക് അരുതാത്തത് എന്തെങ്കിലും സംഭവിച്ചോ? അവൾക്ക് ബോധം തെളിഞ്ഞോ? സംഭവിച്ചത് എന്താണെന്ന് അവൾ മനസ്സിലാക്കിയോ? അതേക്കുറിച്ചൊക്കെ ആയിരുന്നു വണ്ടി ഓടിക്കുമ്പോൾ രാകേഷിൻ്റെ മനസ്സിലെ ചിന്തകൾ. റോഡിൽ ആ നേരത്ത് വാഹനങ്ങൾ കുറവായിരുന്നതുകൊണ്ട് പരമാവധി വേഗത്തിലാണ് അയാൾ ബൈക്ക് ഓടിച്ചത്. എന്നിട്ടും സിൽവർ ലൈൻ ഹോസ്പിറ്റൽ വളരെ അകലെയാണല്ലോ എന്ന തോന്നലായിരുന്നു അയാൾക്ക്. ഹോസ്പിറ്റലിൽ ചെന്ന് അവർ നേരെ കാഷ്വാലിറ്റിയിലേക്കാണ് പോയത്. ഡ്യൂട്ടി ഡോക്ടർ അനൂപിനെ കണ്ട് സ്വയം പരിചയപ്പെടുത്തി. ഓ, നിങ്ങൾ 2 കൂടിയാണല്ലേ ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തിയത്? കൺഗ്രാറ്റ്സ്, ഷീസ് ഓൾ റൈറ്റ്. തക്ക സമയത്ത് നിങ്ങൾ ചെന്നതുകൊണ്ട് ആ കുട്ടിക്ക് അഹിതമായതൊന്നും സംഭവിച്ചിട്ടില്ല. താങ്ക് ഗോഡ്, രാകേഷ് അറിയാതെ പറഞ്ഞു. ആ കുട്ടിയുടെ ബന്ധുക്കൾ വന്നിട്ടുണ്ട്, ഇതാ റൂമിലുണ്ട്, അങ്ങോട്ട് ചെല്ലു. ഡോക്ടർ ചൂണ്ടിക്കാട്ടിയ മുറിയിലൂടെ രാകേഷും സുഹാസും ചെന്നു. അവിടെ വിഷണ്ണരായ വിജയേന്ദ്രനും വിധുപാലയും ജയശങ്കറും ഒന്നും മിണ്ടാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. രാകേഷും സുഹാസും ചെന്നപ്പോൾ അവർ തലയുയർത്തി നോക്കി. സുസ്മിതയുടെ? രാകേഷ് ചോദിച്ചു. യെസ്, വിജയേന്ദ്രൻ പറഞ്ഞു. എൻ്റെ പേര് രാകേഷ്, ഇതെൻ്റെ ഫ്രണ്ട് സുഹാസ്. ഞങ്ങൾ ബൈക്കിൽ വരുമ്പോഴാണ് സുസ്മിതയുടെ കാർ അവിടെ കിടക്കുന്നത് കണ്ടത്. സംശയം തോന്നി നിർത്തിയതാ. വിജയേന്ദ്രൻ വേഗം എഴുന്നേറ്റ് വന്ന് അയാളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. താങ്ക് യു രാജേഷ്, താങ്ക് യു. ആരോ 2 പേർ വന്നെന്ന് അവളെ രക്ഷിച്ചെന്നറിഞ്ഞു. ദൈവദൂതന്മാരെ പോലെയാണ് നിങ്ങൾ. വിജയേന്ദ്രൻ്റെ കണ്ഠം ഇടറി. നന്ദിപൂർവ്വം വിധുവാല അവരെ നോക്കി. അവളുടെ കലങ്ങിച്ചു വന്ന കണ്ണുകൾ രണ്ടും നിറഞ്ഞു. ഇരിക്കൂ രാകേഷ്. സുഹാസ് ഇരിക്കൂ. സംഭവിച്ച കാര്യങ്ങളൊന്ന് വിശദമായിട്ട് പറയൂ, ജയശങ്കർ അഭ്യർത്ഥിച്ചു. 2 പേരും അടുത്തുണ്ടായിരുന്ന കസേരകളിൽ ഇരുന്നു.
ഞങ്ങൾ രണ്ടുപേരും കൊല്ലത്തിനൊരാവശ്യത്തിന് പോയിട്ട് വരുന്നു. ചെന്നൈയിലാണ് തൃപ്പൂണിത്തറയിൽ വന്ന് ഇറങ്ങിയത്. ബൈക്കിൽ വീട്ടിലേക്ക് പോകുമ്പോഴാണ് വിജനമായ ആ സ്ഥലത്ത് റോഡരികിൽ കാറ് കിടക്കുന്നത് കണ്ടത്. സംശയത്തോടെ ഇറങ്ങിച്ചെന്ന് നോക്കിയതും തുറന്നുണ്ടായ കാര്യങ്ങളും കഴിയുന്നതും വിവരിച്ച് തന്നെ രാകേഷ് പറഞ്ഞു. അതെല്ലാം കേട്ട് വിജയചന്ദ്രനും വിധുപാലയും ജയശങ്കറും സ്തംഭരായിരുന്നു. നിങ്ങൾ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിനെ അവന്മാർ പിച്ചിച്ചീന്തി. വിധുപാല പിടിച്ചു നിൽക്കാനാവാതെ പൊട്ടിക്കരഞ്ഞു. വിധു, അടങ്ങ്, നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോ. വിജയേന്ദ്രൻ അവരെ ആശ്വസിപ്പിച്ചു. ആ സമയത്താണ് പോലീസ് ജീപ്പ് വെളിയിൽ നിന്ന് വന്നു നിന്നത്. ഉടൻ എസ്.ഐ ബിനുലാൽ മുറിയിലേക്ക് വന്നു നിന്നു. എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റു. ഇരിക്കൂ, ഒരു പ്രധാന കാര്യം സംസാരിക്കാനാണ് വന്നത്. ആരാണ് വിജയേന്ദ്രൻ? ഞാനാണ് സാർ, അദ്ദേഹം പറഞ്ഞു. എല്ലാവരും ഇരുന്നു. തെളിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് 2 പോലീസുകാരെ കാറിനടുത്ത് നിർത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. കൾപ്രിൻസ് ആരെന്ന് ഇപ്പോൾ നമുക്ക് അറിയില്ലല്ലോ. ഫിംഗർ പ്രിൻസ് ഒന്നും നഷ്ടപ്പെടാനും പാടില്ല. നേരം വെളുത്തിട്ട് ബിൻലാലൊന്ന് നിർത്തി. എല്ലാവരും നിശബ്ദരായിരുന്നതേ ഉള്ളൂ. ഈ സംഭവത്തിൽ ഞങ്ങൾ ഇത്രയും ഇടപെട്ട നിലയ്ക്ക് വേണമെങ്കിൽ കേസിൽ രജിസ്റ്റർ ചെയ്യാം. പക്ഷേ ഇതൊരു സെൻസേഷണൽ കേസ് ആയതുകൊണ്ട് പരാതിയില്ല എന്ന് നിങ്ങൾ എഴുതി തന്നാൽ ഞങ്ങൾക്കത് ക്ലോസ് ചെയ്യേണ്ടി വരും. ബിൻലാൽ പിന്നെ വിജയചന്ദ്രൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെങ്കിൽ കംപ്ലൈൻറ്റ് എഴുതി തരണം. അതല്ല, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്ന് ചിന്തിക്കാൻ ആഗ്രഹമെങ്കിൽ എന്താണ് സാറിൻ്റെ തീരുമാനം? മുറിയിൽ കനത്ത നിശബ്ദത തുടർന്നു. അധ്യായം 22. വിജയേന്ദ്രനും ജയശങ്കറും പരസ്പരം ഒന്ന് നോക്കി. എസ്.ഐയുടെ ചോദ്യത്തിന് എന്ത് മറുപടി പറയും? സാർ, ഞങ്ങൾക്ക് ആലോചിക്കാണ്ട്, വിജയേന്ദ്രൻ പറഞ്ഞു. ഓൾ റൈറ്റ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഇപ്പോൾ ഒന്നും പറയണമെന്നില്ല. നാളെ സ്റ്റേഷനിലേക്ക് വരൂ. കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ എഴുതി തരണം. ഇല്ലെങ്കിൽ അങ്ങനെയും എഴുതിയാൽ മതി, എസ്.ഐ ബിനുലാൽ പറഞ്ഞു. ശരി സാർ, വിജയേന്ദ്രൻ തലകുലുക്കി. ബട്ട് ഇഫ് യു ആസ്ക് മൈ ഒപ്പീനിയൻ, പേടിച്ച് പിൻവലിയരുതെന്നേ ഞാൻ പറയൂ. ആ ക്രിമിനലുകളെ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമ്മളെയൊക്കെ വെഡ്ഡികളാക്കിക്കൊണ്ട് നമ്മുടെ മൂക്കിന് താഴെ അവർ വിലസി നടക്കും, ബിനുലാൽ പറഞ്ഞു. രാകേഷും സുഹാസും ഇതെല്ലാം കേട്ട് നിശബ്ദരായിരുന്നതേ ഉള്ളൂ. വിധുപാലയാവട്ടെ പെട്ടെന്ന് വിജയേന്ദ്രൻ്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു. നാളെ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരാം സർ, ജയശങ്കർ പറഞ്ഞു. അത് മതി. ഈസ് ഷീ ഓൾ റൈറ്റ്? പെട്ടെന്ന് ഓർത്തതുപോലെ സുസ്മിതയെക്കുറിച്ച് ബിനുലാൽ തിരക്കി. സെഡേഷനിലാണ് സർ, ജയശങ്കർ പറഞ്ഞു. എസ്.ഐ യാത്ര പറഞ്ഞു പോയി. മുറിയിലെ നിശബ്ദത തളം കെട്ടി നിന്നു. ഇനി അവിടെ ഇരിക്കുന്നത് ഉചിതമല്ലെന്ന് രാകേഷിന് മനസ്സിലായി. മുന്നോട്ടുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനും തീരുമാനമെടുക്കാനും അപരിചിതരുടെ സാമീപ്യം ആരും ആഗ്രഹിക്കില്ല. എങ്കിൽ ഞങ്ങൾ ഇറങ്ങുകയാണ്. എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിച്ചാൽ മതി. രാകേഷ് പോകാനായി എഴുന്നേറ്റു. അതുകൊണ്ട് സുഹാസും എഴുന്നേറ്റു. നിങ്ങൾ 2 പേരോടും എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നമുക്കിനിയും കാണണം. ഞാൻ വിളിക്കാം. വിജയേന്ദ്രൻ വീണ്ടും രാകേഷിൻ്റെ കൈകൾ കോർത്തു പിടിച്ചു. ശരി സാർ. രാകേഷും സുഹാസും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഒരുപക്ഷെ ആ ചെറുപ്പക്കാർ തന്നെ തക്ക സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ, ഉൾക്കിടിലത്തോടെ വിജയേന്ദ്രൻ പറഞ്ഞു. ഓർക്കാൻ കൂടി വയ്യ വിജയേട്ടാ. വിധുപാലയുടെ ശരീരം മറയാതെ വിറച്ചു. അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ, അത് മഹാഭാഗ്യം. നമുക്കിപ്പോൾ ആലോചിക്കാനുള്ളത് വേറൊരു കാര്യമാണ്, ജയശങ്കർ പറഞ്ഞു. ആ എസ്.ഐ പറഞ്ഞ കാര്യമല്ലേ? വിജയേന്ദ്രൻ ചോദിച്ചു. അതെ, ആലോചിക്കാനൊന്നുമില്ല. നമുക്കും കേസ് കോടതിയൊന്നും വേണ്ട. നമ്മുടെ കുഞ്ഞ് രക്ഷപ്പെട്ടല്ലോ, അത് മതി. ഇനി ലോകം മുഴുവൻ അറിയണോ ഇതൊക്കെ? വിധുപാല എതിർത്തു. പക്ഷെ അദ്ദേഹം പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് വിധു. കുറ്റവാളികളെ രക്ഷപ്പെടാൻ പാടില്ല. പിടിക്കപ്പെട്ടില്ലെങ്കിൽ അവരിത് തുടരും, വിജയേന്ദ്രൻ പറഞ്ഞു. കേസായാൽ ആവശ്യത്തിലേറെ പബ്ലിസിറ്റി ഉണ്ടാകും. അത് നമുക്ക് അഭിമാനകരമായിരിക്കില്ലല്ലോ എന്നാണ് വിധുപാലയുടെ പേടിയെന്ന് എനിക്ക് തോന്നുന്നു, ജയശങ്കർ പറഞ്ഞു. അതെ, പിന്നെ നമ്മുടെ കുഞ്ഞിന് തല ഉയർത്തി നടക്കാൻ പറ്റുമോ? കോടതിയിലെ വക്കീലന്മാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരത്തില്ലേ? പോലീസുകാർ ചോദിക്കാതിരിക്കുമോ? ശരിയാണ്, മോൾക്കതൊക്കെ താങ്ങാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ആ സംഭവത്തെക്കുറിച്ച് ഇനി ഓർക്കാൻ പോലും അവൾ ധൈര്യപ്പെടുമെന്ന് തോന്നുന്നില്ല, വിജയേന്ദ്രൻ പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ അജിത്തിനെ വിവരം അറിയിക്കണം. അവൻ്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് മതി പോലീസ് കംപ്ലൈൻറ്റിനെ കുറിച്ച് ആലോചിക്കുന്നത്, ജയശങ്കർ പറഞ്ഞു. അജിത്തിനോട് എപ്പോൾ സംസാരിക്കാൻ പറ്റും? വിജയേന്ദ്ര ചോദിച്ചു. അറിയില്ല, അവന് മെസ്സേജ് കൊടുക്കാം, അത്യാവശ്യമായിട്ട് വിളിക്കാൻ. അതാണ് നല്ലത്. അജിത്ത് ഒരിക്കലും സമ്മതിക്കില്ല. മോള് കോടതി കയറാൻ അതെനിക്ക് ഉറപ്പാ, വിധുപാല പറഞ്ഞു.
എന്തായാലും എല്ലാവരുടെയും അഭിപ്രായം അറിഞ്ഞിട്ട് മതി. കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇന്ന് എങ്ങനെയാണിത് സംഭവിച്ചതെന്ന് നമുക്കറിയണ്ടേ? മോളെ നേരത്തെ അറിയുന്നവരാണോ അതോ അപരിചിതരാണോ? വിജയേന്ദ്രൻ പറഞ്ഞു. സുസ്മിതയ്ക്ക് ബോധം തെളിയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ആ കുട്ടിയുടെ അഭിപ്രായം പ്രധാനമാണ്. പോലീസ് അന്വേഷണം വേണ്ട എന്നാണ് പറയുന്നതെങ്കിൽ പിന്നെ നമുക്ക് എന്തായാലും മോൾക്ക് പറയാനുള്ളത് എന്താണെന്ന് അറിയട്ടെ. 3 പേരും നിശബ്ദരായിട്ടിരുന്നു. അവർ അവരവരുടെ ചിന്തകളിലായിരുന്നു. മൗഷ്മി തനിച്ചല്ലേ ഉള്ളൂ വീട്ടിൽ. ജയം വേണമെങ്കിൽ പോയിക്കോളൂ, ഞങ്ങളുണ്ടല്ലോ ഇവിടെ. അല്പനേരം കഴിഞ്ഞപ്പോൾ വിജയേന്ദ്രൻ പറഞ്ഞു, അത് സാരമില്ല, സുസ്മിതയ്ക്ക് ബോധം തെളിയട്ടെ, അത് കഴിഞ്ഞ് പോയാൽ മതി. എനിക്ക് നമ്മളെ അറിയിക്കുമല്ലോ അല്ലേ? സിസ്റ്റർ വിളിക്കും, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജയശങ്കർ അറിയിച്ചു. കണ്ണു തുറക്കുമ്പോൾ കുഞ്ഞ് പേടിച്ച് നിലവിളിക്കും. നമ്മൾ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ വിധുബാല പറഞ്ഞു. ജയശങ്കർ അപ്പം തന്നെ സുസ്മിതയുടെ അടുത്ത് വിധുബാലയെ കൊണ്ടുവന്നാക്കി. ഒബ്സർവേഷൻ റൂമിലെ ബെഡിൽ അവൾ അപ്പോഴും മയക്കത്തിലായിരുന്നു. അവളുടെ കീഴ്ച്ചുണ്ട് അല്പം ഒന്ന് തടിച്ച് കരിനീലിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ വിധുബാല അറിയാതെ ഒന്ന് തേങ്ങി. ജയശങ്കർ വീണ്ടും വിജയേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. അയാൾ പിന്നെ മൊബൈലെടുത്ത് അജിത്തിന് ഒരു മെസ്സേജ് അയച്ചു. കോൾ മീ വെൻ യു ആർ ഫ്രീ, അർജൻറ്റ്. രണ്ടുപേരും പിന്നെ കാത്തിരിക്കാൻ തുടങ്ങി. ഹോസ്പിറ്റലപ്പോൾ ഏതാണ്ട് നിശബ്ദമായിരുന്നു. സമയം രാത്രി 12 മണി കഴിഞ്ഞ് 1 മണിയിലേക്ക് കിടന്നു. രാകേഷിൻ്റെ വീടിന് മുന്നിൽ ചെന്ന് ബൈക്ക് നിന്നു. വീട് ഇരുട്ടിലായിരുന്നു. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം മാത്രം. സുഹാസ് ബൈക്കിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് ഗേറ്റിൻ്റെ ഒരു പാളി തുറന്നു. എല്ലാവരും ഉറങ്ങിയ ലക്ഷണ, സുഹാസ് പറഞ്ഞു. രാകേഷ് ബൈക്കുള്ളിലേക്ക് ഓടിച്ചു കയറ്റി. ഗേറ്റ് വീണ്ടും അടച്ച് സുഹാസ് വന്നു. അയാൾ രാവിലെ വന്ന സ്കൂട്ടർ പോർച്ചിൽ ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ബൈക്കിൻ്റെ ശബ്ദം കെട്ടിട്ടാവാം ഉള്ളിൽ ലൈറ്റ് തെളിഞ്ഞു. സിറ്റ് ഔട്ടിലും ലൈറ്റ്. നിനക്ക് പോണോ? രാകേഷ് ചോദിച്ചു. പോണം, അമ്മ ഉറങ്ങിക്കണത്തിലടാ. വിളിച്ചു പറഞ്ഞാൽ പോരെ എവിടെയാണെന്ന്. രാവിലെ പോകാറുള്ള, രാത്രി 12 മണിക്കൊക്കെ ഞാൻ വീട്ടിൽ ചെല്ലാറുള്ളതാ. അതൊന്നും സാരമില്ല. രേഷ്മയാണ് മുൻവാതിൽ തുറന്നത്. അവൾ അല്പം അരിശത്തിലായിരുന്നു. എവിടെ ആയിരുന്നു രണ്ടുപേരും ഇതുവരെ? ഒരു പ്രശ്നം ഉണ്ടായി ചേച്ചി, സുഹാസ് പറഞ്ഞു. എന്ത് പ്രശ്നം? വണ്ടി വല്ലയിടത്തും ഇടിച്ചോ? കാര്യങ്ങളൊക്കെ അവൻ പറയും. ഞാൻ പോവാ, നാളെ വരാം. സുഹാസ് അപ്പം തന്നെ സ്കൂട്ടർ എടുത്ത് സ്ഥലം വിട്ടു. രാകേഷിൻ്റെ മുഖത്തേക്ക് രേഷ്മ നോക്കി. എന്തായിരുന്നു പ്രശ്നം? രാവിലെ പറയാൻ ചേച്ചി, കിടന്നുറങ്ങും, അയാൾ പറഞ്ഞു. എന്താ കാര്യം എന്നറിയാതെ എനിക്ക് ഉറക്കം വരത്തില്ല. എന്നാ വാ. വാതിലടച്ച് അവർ ഊണുമുറിയിലേക്ക് ചെന്നു. രാകേഷിനുള്ള അത്താഴം അവിടെ പ്ലേറ്റുകളിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വിശപ്പൊക്കെ പോയി ചേച്ചി, വെള്ളം മാത്രം മതി. ചേച്ചി ഇരിക്കി. അയാൾ ജഗ്ഗിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിച്ചു. രേഷ്മ നിൽക്കുകയായിരുന്നു അപ്പോഴും. ഇരിക്കി ചേച്ചി, കുറച്ച് പറയാനുണ്ട്. അവളിരുന്നു. എതിർവശത്തുള്ള കസേരയിൽ അയാളും ഇരുന്നു. ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി റെയിൽവേ ഓവർബ്രിഡ്ജ് കയറി ആ പാടത്തിന് അടുത്തെത്തിയപ്പോൾ റോഡ് സൈഡിൽ ഒരു കാറ് നിർത്തിയിട്ടിരിക്കുന്നു. നടന്ന സംഭവങ്ങളെല്ലാം രാകേഷ് വിശദമായി രേഷ്മയോട് പറഞ്ഞു. എല്ലാം കേട്ട് സ്തംഭയായി അവളിരുന്നു. ഈശ്വര, നിങ്ങൾ ആ സമയത്ത് അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ. ചേച്ചിക്ക് വേറൊരു കാര്യം കേൾക്കണോ? ഞാൻ മുമ്പ് കണ്ടിട്ടില്ലെങ്കിലും ആ കുട്ടിയെ എനിക്കറിയാം. ആരാണ്? ഞാൻ പറഞ്ഞിരുന്നില്ലേ, മഹാരാജാസിലെ ഗസ്റ്റ് ലെക്ചറായ ഒരു കുട്ടി വർക്ക് ചെയ്യുന്നുണ്ടെന്ന്, ലീവ് വേക്കൻസിയിൽ. ആ കുട്ടിയാണ് ഈ സുസ്മിത. രേഷ്മ അയാളെ പകച്ചു നോക്കിയിരുന്നു. ഒക്കെ ദൈവനിയോഗമാണ് രാകേഷേ. നിങ്ങളിന്ന് കൊല്ലത്ത് പോകാനും ആ ട്രെയിനിൽ തന്നെ തിരിച്ചു വരാനും ആ സമയത്ത് ആ കുട്ടിക്ക് അരുതാത്തത് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ എത്തി. അതാണ് മഹാഭാഗ്യം. പോലീസ് ഇടപെട്ടതുകൊണ്ട് കേസുണ്ടാകുമെന്ന് തോന്നുന്നു. അവന്മാരെ നീ കണ്ടോ ശരിക്കും? ഇരുണ്ട വെളിച്ചമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ സമയത്ത് വന്ന ഒരു കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ബൈക്കിനടുത്ത് നിന്നവനെ ശരിക്കും കണ്ടു. താടി വളർത്തിയ ഒരുത്തനാണ്. ബൈക്കിൻ്റെ നമ്പറോ മറ്റോ? ഇല്ല ചേച്ചി, ആ സമയത്ത് അത് നോക്കാനുള്ള സാവകാശമൊന്നും കിട്ടിയില്ല. തന്നെയല്ല, വെളിച്ചവും ഇല്ലായിരുന്നല്ലോ. അല്പനേരത്തേക്ക് ആരൊന്നും മിണ്ടിയില്ല. നാളെ നീ ഹോസ്പിറ്റലൊന്ന് പോകണം. ആ കുട്ടിക്ക് എങ്ങനെയുണ്ടെന്ന്. വല്ലാത്തൊരു ഷോക്കായിരുന്നു ആ സമയത്ത്, അടുത്ത് ആരും ഇല്ലാത്തൊരവസ്ഥയിൽ. മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കുകയാണെന്ന് ഡോക്ടർ പറഞ്ഞത്. നേരം വെളുക്കാതെ ഉണരാൻ സാധ്യതയില്ല. ചിലപ്പോൾ ഈ സംഭവം രഹസ്യമാക്കി വെക്കാനായിരിക്കും ആ കുട്ടിയുടെ വീട്ടുകാർക്ക് താല്പര്യം. കല്യാണപ്രായമായ പെണ്ണല്ലേ, ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാൽ പലരും മടിച്ചെന്നിരിക്കും. പക്ഷെ എല്ലാം മറച്ചു വെച്ച് കല്യാണം നടത്തിയാലും കുഴപ്പമില്ലേ? ഏതെങ്കിലും തരത്തിൽ പിന്നീട് ആ രഹസ്യം പുറത്തായ അത് ശരിയാണ്. എനിക്ക് ആ കുട്ടിയൊന്ന് കാണാൻ ആഗ്രഹം തോന്നുന്നു, രേഷ്മ പറഞ്ഞു.
വേണ്ട ചേച്ചി, ആരും ഇതൊന്നും അറിയണ്ട എന്നാണ് അവർ തീരുമാനിച്ചിരുന്നെങ്കിലോ? ശരിയാ, നീ പോയി കിടക്ക്, കുറച്ചെങ്കിലും ഉറങ്ങണം. വിശപ്പുണ്ടെങ്കിൽ ഞാൻ ചൂട് ദോശ ചുട്ടു തരാടാ, ചമ്മന്തിപ്പൊടി ഇരിപ്പുണ്ട്. വേണ്ട ചേച്ചി, ഉറങ്ങിക്കോ. രാകേഷ് അന്ന് കുളിച്ചിട്ടാണ് ഉറങ്ങാൻ കിടന്നത്. വെളിച്ചം കുറവായിരുന്നു. അത് കാരണം സുസ്മിതയുടെ മുഖം വ്യക്തമായി കാണാൻ കഴിഞ്ഞതുമില്ല. ഹോസ്പിറ്റലിൽ ചെന്നാലും കാണാൻ ശ്രമിക്കണ്ട, ആ മുഖം അങ്ങനെ അങ്ങ് മാഞ്ഞു പോട്ടെ. എപ്പോഴോ രാകേഷ് ഉറക്കത്തിലേക്ക് വഴുതി വീണു. പുലർച്ചെ 4:30 മണി. ഷർട്ടിൻ്റെ പോക്കറ്റിൽ വെച്ചിരുന്ന മൊബൈല് വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് അർദ്ധമയക്കത്തിലായിരുന്ന ജയശങ്കർ ഞെട്ടിയുണർന്നത്. സ്ഥലകാലബോധം കൈവരിക്കാൻ ഒരു നിമിഷം എടുത്തു. ഹോസ്പിറ്റലിലെ വിസിറ്റേഴ്സിംഗ് റൂം. മറ്റൊരു കസേരയിൽ വിജയേന്ദ്രൻ ചാരിയിരുന്നുറങ്ങുന്നു. ജയശങ്കറിന് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നു. അയാൾ പോക്കറ്റിൽ നിന്നും മൊബൈൽ എടുത്ത് നോക്കി. അജിത്താണ് വിളിക്കുന്നത്. ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഉചിതമല്ല. തന്നെയല്ല, സുസ്മിതയുടെ അച്ഛൻ്റെ ഉറക്കത്തിന് ഭംഗം ഉണ്ടാവുകയും വേണ്ട. ജയശങ്കർ മൊബൈലുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഹലോ അയത്തെ, അയാൾ കോൾ എടുത്തു. ഇപ്പോഴാണ് ചേട്ടാ മെസ്സേജ് കണ്ടത്, സമയം പോലും നോക്കാതെ വിളിക്കാമെന്ന്. എന്തു പറ്റി? അയത്തി വെച്ചു. ഞാനിപ്പോൾ വീട്ടിലല്ല, ഹോസ്പിറ്റലാണ്. നൈറ്റ് ഡ്യൂട്ടിയാണോ? അല്ല, സുസ്മിതയെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒറ്റയടിക്ക് കാര്യം പറയാതെ സാവകാശം സംസാരിക്കാനായിരുന്നു ജയശങ്കറുടെ ഉദ്ദേശം. വെറുതെ അവനെ പേടിപ്പിക്കണ്ടല്ലോ. എന്തു പറ്റി സുസ്മിതയ്ക്ക്? ഉത്കണ്ഠയോടെ അയത്ത് തിരക്കി. അവളെ രണ്ടുപേര് ചേർന്ന് മോളസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. ചില പരിക്കുകളുണ്ട്. എവിടെ വെച്ച്? റോഡിൽ വെച്ചാണ്. എന്നിട്ട് ആരും കണ്ടില്ലേ? ആരും തടയാൻ ശ്രമിച്ചില്ലേ? അതുവഴി വന്ന് 2 ചെറുപ്പക്കാർ ഇടപെട്ടു. രാത്രിയിലായിരുന്നു സംഭവം. രാത്രിയിൽ അവളോടെ പോയി. ഒരു കൂട്ടുകാരിയുടെ മാരേജിൽ പങ്കെടുത്ത് തൃശ്ശൂരിൽ നിന്നും ട്രെയിനിൽ വന്നു. അവിടുന്ന് കാറിൽ വരുമ്പോഴായിരുന്നു കാറ് തടഞ്ഞു നിർത്തിയത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേട്ടാ. സത്യം പറ, എന്താണ് സംഭവിച്ചത്? അജിത്ത് അക്ഷമനായി. ഇറ്റ് വാസ് ആൻ അറ്റംപ്റ്റ് ഓഫ് റേപ്പ്. അറിയാവുന്ന കാര്യങ്ങളൊക്കെ ജയശങ്കർ അയാളോട് പറഞ്ഞു. മൈ ഗോഡ്, അവൾക്ക് ഞെട്ടലോടെ അജിത്ത് ചോദിച്ചു. ഭയപ്പെടണ്ട, ഒന്നും സംഭവിച്ചില്ല. ഡോക്ടർ നൂർജഹാനാണ് അവളെ എക്സാമിൻ ചെയ്തത്. ഐ ടോക്ക് ടു ഹെർ പേഴ്സണലി. ഡോക്ടർ നൂർജഹാൻ പറഞ്ഞ അതേ വാക്കുകൾ അയാൾ അജിത്തിനോടും പറഞ്ഞു. ഹൗ ഈസ് ഷീസ് നൗ? സെഡേഷനിലാണ്. ബോധം തെളിഞ്ഞൊന്നറിയില്ല. അവളുടെ ആൻറ്റി ഉണ്ട് കൂടെ. ഞാനും വിജയേന്ദ്രൻ സാറും വെളിയിൽ. ഭാഗ്യം, അത്രയല്ലേ സംഭവിച്ചുള്ളൂ. അതെ, നിന്നെ വിളിച്ചത് വേറൊരു കാര്യം കൂടി ചോദിക്കാനാണ്. കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ എത്രയും വേഗം കൊടുക്കണമെന്ന് SI പറഞ്ഞിട്ട് പോയി. എന്താണ് നിൻ്റെ അഭിപ്രായം? ജയശങ്കർ ചോദിച്ചു. സുസ്മിതയുടെ അച്ഛൻ എന്ത് പറഞ്ഞു? നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് തീരുമാനിക്കാമെന്നാണ് പറഞ്ഞത്. സുസ്മിതയ്ക്ക് ബോധം തെളിഞ്ഞ് നോർമലാകുമ്പോൾ ചോദിക്കണം. എനിക്കൊന്ന് ആലോചിക്കണം ചേട്ടാ, ഒന്നും എടുത്തുചാടി ചെയ്യണ്ട. എനിക്ക് മനസ്സിലായി, നീ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നിൻ്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ടേ ഞാൻ വിളിക്കാം. ചേട്ടൻ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവണം. ഇപ്പോൾ അവർക്ക് ഒരു മോറൽ സപ്പോർട്ട് ആവശ്യമാണ്. എനിക്കറിയാം, ഞാനിവിടെ ഉണ്ടാവും. അജിത്ത് കോള് കട്ട് ചെയ്തു. സംസാരിച്ചുകൊണ്ട് കോറിഡോറിൻ്റെ അറ്റം വരെ ജയശങ്കർ നടന്നിരുന്നു. അയാൾ മെല്ലെ തിരിച്ചു നടന്നു. വിസിറ്റേഴ്സ് റൂമിൽ ചെന്നപ്പോൾ വിജയേന്ദ്രൻ ഉണർന്നിരിക്കുമായിരുന്നു. അജിത്തിൻ്റെ കോള് വന്നിരുന്നു. ഞാൻ അവനോട് സംസാരിക്കുകയായിരുന്നു, ജയശങ്കർ പറഞ്ഞു. എന്താണ് അജിത്ത് പറഞ്ഞത്? ആശങ്കയോടെ വിജയേന്ദ്രൻ തിരക്കി. കൂടുതലൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന ആശ്വാസമാണ്. അവൻ പരാതി കൊടുക്കുന്ന കാര്യം ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതിയെന്നാണ് അവൻ്റെ അഭിപ്രായം. അതെ, പക്ഷേ കാർ അവിടെ നിന്ന് മാറ്റും മുമ്പേ നമ്മുടെ ഡിസിഷൻ അറിയിച്ചാലേ പോലീസിന് ഇൻവെസ്റ്റിഗേഷൻ ഫലപ്രദമായിട്ട് നടത്താൻ പറ്റും, വിജയേന്ദ്രൻ ഓർമ്മിപ്പിച്ചു. അതെ, അവൻ വൈകാതെ വിളിക്കും. മോളുടെ കാര്യം ഒന്നും അറിഞ്ഞില്ലല്ലോ ജയ. നമുക്ക് അങ്ങോട്ടൊന്ന് പോകാൻ പറ്റില്ലേ? പോകാമല്ലോ സാർ, വരൂ. അവർ രണ്ടുപേരും കൂടി ഒബ്സർവേഷൻ റൂമിലേക്ക് പോയി. അപ്പോഴും ബെഡിൽ മയങ്ങിക്കിടക്കായിരുന്നു സുസ്മിത. അടുത്തേക്ക് കസേര നീക്കിയിട്ട് അവളുടെ കയ്യിൽ തലോടി വിധുബാല. വിജയേന്ദ്രനെയും ജയശങ്കറിനെയും കണ്ട് വിധുബാല എഴുന്നേറ്റു. കണ്ണ് തുറന്നില്ല ഇതുവരെ? വിജയേന്ദ്രൻ ചോദിച്ചു. 2 തവണ ഉണർന്ന് കണ്ണ് മിഴിച്ച് നോക്കി. മോളെന്ന് ഞാൻ വിളിച്ചിട്ടും അവളെന്നെ നോക്കിയത് പോലുമില്ല. നല്ല ഭയമുണ്ട് ഇപ്പോഴും കുഞ്ഞിന്, വിഷാദത്തോടെ വിധുബാല പറഞ്ഞു. 3 പേരും അവളെ തന്നെ നോക്കി നിശബ്ദയായി നിന്നു. ഇതുവരെ ബോധം തെളിഞ്ഞില്ലല്ലോ ജയ. ആ ഡോക്ടറെ ഒന്ന് വിളിച്ച് നോക്കിയാലോ? വിജയേന്ദ്രൻ ചോദിച്ചു. ഡോക്ടർ നൂർജഹാൻ്റെ കാര്യമാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ജയശങ്കറിന് മനസ്സിലായി. സാരമില്ല, നമുക്ക് 1 മണിക്കൂർ കൂടി നോക്കാം. അത് കഴിഞ്ഞിട്ട് മതി സാർ പേടിക്കണ്ട. അപ്പോഴാണ് സുസ്മിത കണ്ണ് തുറന്നത്. മോളെ, വിജയേന്ദ്രൻ അവളുടെ അടുത്തേക്ക് ചെന്ന് വിളിച്ചു.
സുസ്മിത അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ ജയശങ്കറിൻ്റേത്, വിധുബാലയുടേതും. ആരെയും തിരിച്ചറിയാതെ അവൾ വീണ്ടും കണ്ണുകൾ അടച്ചു. അധ്യായം 23. കുഞ്ഞിന് നമ്മൾ ആരെയും മനസ്സിലായില്ലെന്ന് തോന്നുന്നു, ആശങ്കയോടെ വിധുബാല പറഞ്ഞു. പേടിക്കാനില്ല, ഷീസ് സ്റ്റിൽ അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് സെഡേഷൻ. അല്പനേരം കൂടി കഴിയും, നോർമലാകും, ജയശങ്കർ ആശ്വസിപ്പിച്ചു. അവൾക്ക് എന്തെങ്കിലും ഇൻറ്റേർണൽ ഇഞ്ചുറി? വിജയേന്ദ്രൻ്റെ സംശയം മാറിയില്ല. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല സാർ. 8 മണിയാകുമ്പോൾ ഡോക്ടർ നൂർജഹാൻ വരും. അപ്പോൾ സാറിനെ നേരിട്ട് വേണമെങ്കിൽ ചോദിക്കാം. വേണ്ട, എനിക്ക് ജയനെ വിശ്വാസമാണ്. നമുക്ക് വെളിയിലേക്കിരിക്കാം. വിജയേന്ദ്രനെയും കൊണ്ട് ജയശങ്കർ പുറത്തേക്ക് നടന്നു. അവർ വീണ്ടും വന്ന് വെയിറ്റിംഗ് റൂമിലിരുന്നു. അമ്മയില്ലാതെ വളർന്ന കുട്ടിയാണ് അവളെ. പക്ഷെ വിധു അപ്പോഴേക്കും വന്നുകൊണ്ട് ആ ദുഃഖം കുട്ടിക്കാലം മുതൽക്ക് അവൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അവൾക്ക് താങ്ങും തണലുമായി വിധുവും ഞാനും ഉണ്ടായിരുന്നു ഇതുവരെ. ആരിൽ നിന്നും ഒരു മോശമായ അനുഭവം അവൾക്കുണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ അതവൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. വിജയേന്ദ്രൻ സ്വയം എന്ന പോലെ പറഞ്ഞു. ജയശങ്കർ നിശബ്ദവനായിട്ട് ഇരുന്നതേയുള്ളൂ. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം, അല്ലേ? ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാടാണ്.